കയറി വരുന്ന സ്ത്രീകൾ തന്നെ പറഞ്ഞില്ലേ സ്വകാര്യ സ്കൂളുകളിലേക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു പറഞ്ഞില്ലേ, അതൊരു മോശം പരാമർശമല്ലേ? അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. എന്താണ് നമ്മുടെ നാട്ടിലെ കുടുംബനായകന്മാരും കുടുംബനായികമാരും അവരുടെ കുട്ടികളെങ്കിലും അവർക്ക് രക്ഷപ്പെടണമെന്ന് അവർ കരുതിയിട്ട് അവർ കുറേ ആളുകൾ അതിനുവേണ്ടി നിർബന്ധിതരാവുകയാണ്. വാസ്തവത്തിൽ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് അവർ വന്നാൽ മതി, പക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇനി ഇമ്പ്രൂവ് ചെയ്യണം. അത് താങ്കൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടികൾ അവിടെയല്ലേ പഠിച്ചത്. നിർബന്ധിതരാകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ജീവിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള സൊല്യൂഷനായിട്ട് അവരത്തരം സ്കൂളുകളെ കാണുന്നത് അവരുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ കുട്ടികളെ പിന്നെ മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചു, ഇംഗ്ലീഷ് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേറെ ചില രാഷ്ട്രീയ നേതാക്കൾ പഠിപ്പിച്ചില്ല, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇതിലെ പ്രശ്നം ഞാൻ പറഞ്ഞത് നമ്മുടെ ഇതെൻ്റെ പ്രസംഗത്തിൻ്റെ സ്പിരിറ്റ് എന്താണ്. ടെക്സ്റ്റിലോ അതിൻ്റെ ഡെലിവറിയിലോ ചിലപ്പോൾ പാളിച്ച പറ്റിയിട്ടുണ്ടാവാം. തള്ളിക്കയറുന്നത് പറയേണ്ടതിന് പകരം പറയേണ്ടിയിരുന്നില്ല. ഇപ്പം ഞാൻ എന്നെ തന്നെ ഓഡിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും വാക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ സ്പിരിറ്റ് എന്താണ്? ആസ് എ മിനിസ്റ്റർ, ആസ് ഒരു പൊളിറ്റിക്കൽ വർക്കർ, എൻ്റെ സ്പിരിറ്റ് എന്താണ്? ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നു? ഞാൻ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നു, ഞാൻ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നു. ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കണം, ഗവൺമെൻറ്റിനെ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥനയേ ഉള്ളൂ. അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നുമില്ല. ഇനഫ്.